കെഎസ്ആർടിസി ജീവനക്കാരായിട്ടുള്ള തൊഴിലാളി സുഹൃത്തുക്കളെ, ഫെബ്രുവരി 4 നടക്കുന്ന പണിമുടക്കിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് കഴിഞ്ഞ 103 മാസങ്ങളായി നടക്കുന്ന തൊഴിലാളി ദ്രോഹങ്ങൾക്കെതിരായി ശക്തമായി പ്രതിഷേധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 44,000 തൊഴിലാളികൾക്ക് ഒരു മാസത്തെ അവസാനത്തെ വർക്കിംഗ് ഡേയിൽ ശമ്പളം നൽകിക്കൊണ്ടിരുന്ന കെഎസ്ആർടിസിയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 103 മാസങ്ങളായി 22,000 തൊഴിലാളികൾക്ക് പോലും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല. ഒരു മാസം പോലും 1-ാം തീയതിയോ അവസാന വർക്കിംഗ് ഡേയോ 5-ാം തീയതിക്ക് മുൻപായിട്ടോ ശമ്പളം കൊടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ കാലയളവിൽ 313 ജീവനക്കാരാണ് കെഎസ്ആർടിസിയിൽ മരണപ്പെട്ടിട്ടുള്ളത്. ഇതിലേറെയും ഹൃദയസ്തംഭനം മൂലവും ആത്മഹത്യ മൂലവുമാണ്. ഓരോ തൊഴിലാളികളുടെയും അക്കൌണ്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപ പിഎഫ് തുകയായി കിടക്കുമ്പോഴും ഓപ്പൺ ഹാർട്ട് സർജറിക്കോ കരൾ സംബന്ധമായ അസുഖങ്ങൾക്കോ ക്യാൻസറിനോ അങ്ങനെ മാരകമായ അസുഖങ്ങൾക്ക് പോലും പണം ആവശ്യപ്പെട്ടാൽ കൊടുക്കാതെ പിഎഫ് തുക വകമാറ്റി ചെലവഴിക്കുന്നു. പ്രതിമാസം 16 ഫിസിക്കൽ ഡ്യൂട്ടി എന്ന തൊഴിലാളി വിരുദ്ധ തീരുമാനത്തിലൂടെ ഇന്ന് അനേകം തൊഴിലാളികൾക്ക് ശമ്പളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. പിഎസ്, എൻഡിആർ തുടങ്ങി ശമ്പളത്തിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന തുകകൾ പോലും യഥാസമയം അടയ്ക്കുന്നില്ല. എൻഡിആറിലെ തുക പിടിച്ചിട്ട് അടയ്ക്കാത്തത് മൂലം ഓരോ തൊഴിലാളികളും ജപ്തി ഭീഷണിയിലാണ്. പലരുടെയും വീടുകൾ ജപ്തി ചെയ്തു പോയി. കെഎസ്ആർടിസിയിൽ പുതിയ ബസ്സുകൾ വാങ്ങുന്നില്ല, പുതിയ ജീവനക്കാരെ നിയമിക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടു. യുഡിഎഫിന്റെ കാലത്ത് 4,000-ഓളം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തിയെങ്കിൽ ഇന്ന് നിലവിലുള്ള താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയാണ് ചെയ്തത്. ബദലി ജീവനക്കാർ എന്ന പേരിൽ നിയമിക്കുന്നവർക്ക് യാതൊരു തൊഴിൽ നിയമങ്ങളും പാലിക്കാതെ മിനിമം വേജസ് പോലും അവർക്ക് നൽകാതിരിക്കുന്ന സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. യുഡിഎഫിന്റെ കാലത്ത് 2,700-ഓളം പുതിയ ബസ്സുകൾ വാങ്ങിയപ്പോൾ ഇന്ന് കെഎസ്ആർടിസിക്കായി കഴിഞ്ഞ 8.5 വർഷക്കാലത്തിനിടയിൽ വാങ്ങിയത് 100 ബസ്സുകൾ മാത്രമാണ്. 1000-ഓളം റൂട്ടുകൾ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് കെഎസ്ആർടിസി ഇല്ലാതാക്കി സ്വകാര്യ ലോബിക്ക് പൊതുഗതാഗതം തീരെഴുതി കൊടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ വലിയ അഴിമതിക്കാണ് നേതൃത്വം നൽകുന്നത്. ഇടിഎം മെഷീൻ വാങ്ങിയതിലെ അഴിമതി, പർച്ചേസിലെ അഴിമതികൾ, സ്പെയർ പാർട്സ് വാങ്ങിയതിലെ അഴിമതി, ഇതിനെക്കുറിച്ചെല്ലാം ഒരു അന്വേഷണവുമില്ല. 10 രൂപയുടെ ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും കെഎസ്ആർടിസി ജീവനക്കാരന് ആയിരക്കണക്കിന് രൂപയുടെ പെനാൽറ്റി അടിക്കുകയും അവനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നവരെ സംരക്ഷിക്കുന്നതിലൂടെ അഴിമതിയുടെ പങ്ക് പറ്റുകയാണ്. ഇതിലേതാവശ്യങ്ങളാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളത്? ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വർഷങ്ങളായി ടിഡിഎഫ് സമരത്തിലാണ്. ഓരോ മാസവും 1/2 ഡസനിലധികം സമരം ടിഡിഎഫ് നടത്തുകയാണ്. ടിഡിഎഫ് സമരം ചെയ്തില്ലെങ്കിൽ കെഎസ്ആർടിസിയിൽ സമരം തന്നെ ഇല്ല എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി, യൂണിയനുകൾക്ക് അതീതമായി എല്ലാവരും നാളെ പണിമുടക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.